ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. ഞാനിന്നിവിടെ നിങ്ങൾക്കൊരു പുതിയ പരിപാടിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ മത്തിയിട്ട കിഴങ്ങ്. ഇത് തലശ്ശേരിക്കാർക്കാണ് പ്രധാനം, കാര്യമായിട്ട് അവർക്ക് പ്രിയപ്പെട്ട ഒരു സാധനമാണിത്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. കിഴങ്ങെന്ന് പറഞ്ഞാൽ കപ്പയാണ്. കപ്പ അല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ്, അതിനെ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് മത്തി തലയാണ്. ഇതിനെ കൊണ്ടാണ് കിഴങ്ങ് പുഴുങ്ങുന്നത്. മത്തി തലയായതുകൊണ്ട് മുള്ളുണ്ടാവുന്നൊന്നും വിചാരിക്കണ്ട. മത്തിയിട്ടാലും മീനിട്ടാലും മുള്ളുണ്ടാവും. അപ്പോൾ ഈ കിഴങ്ങ് തിന്നുമ്പോൾ അധികവും തുപ്പേണ്ടി വരും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തുപ്പേണ്ടി വരുമൊന്നുമില്ല. ചെറിയ കുട്ടിയൊക്കെ വരെ കഴിക്കാം. മത്തി മീൻ മുള്ള് തറക്കുകയോ എടുക്കുകയൊന്നുമില്ല. ഇതിപ്പോൾ മത്തീൻ്റെ തലയാണിത്. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഇതിന് കുറച്ച് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കണം. ഉപ്പൊന്നും ഇടണ്ട. ഇത് നല്ലോണം വെന്ത് വേണം. ഇത് നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ലോണം ചതച്ചിട്ട് ഇതിൻ്റെ നീര് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നല്ലോണം ചതക്കിയിട്ട് ഈ വെള്ളം മാത്രം എടുക്കണം. ഇതിൻ്റെ വെള്ളം മാത്രം അരിച്ചെടുക്കണം. നന്നായിട്ട് ഇതായിക്കഴിഞ്ഞാൽ ഈ വെള്ളം മാത്രം അരിച്ച് ഇത് 1-2 പ്രാവശ്യം ഇതുപോലെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചതുക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ പശയൊക്കെ നല്ലോണം പോകണം. കൈ കൊണ്ട് പിഴിയണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ആക്കിയാലും മതി. മുള്ള് വരെയാക്കിയിട്ട് മുള്ളെല്ലാം വരെയാക്കുക. ഈ വെള്ളം മാത്രം അരിച്ചെടുത്തിട്ട് ഇത് ഈ പുഴുങ്ങി വെച്ചിട്ടാണെങ്കിൽ വയ്ക്കുക. ഇനി നമ്മൾ കുക്കറിൽ ഗ്യാസ് ഓൺ ചെയ്ത് ഈ വെള്ളം ഇതിൽ വെള്ളമുണ്ട്. ഇതൊന്ന് നല്ലോണം നല്ല തളർന്ന് കിഴങ്ങ് വെന്തതാണ്. അപ്പം കുറച്ചും കൂടി നല്ലോണം മീനിൻ്റെ പശയൊക്കെ അതിൽ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ കിഴങ്ങിൽ ഒരു അധികം എരിവ് പാടില്ല. അര സ്പൂൺ മുളക് പൊടി, കുറച്ച് 2 നുള്ളി മഞ്ഞൾ, ഈ കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പിട്ട് നല്ലോണം തിള വന്നു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് അടിച്ച് നല്ലോണം തിള വന്നു ഇതൊന്ന് വെള്ളം പറ്റണം. ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് വെളുത്തുള്ളി കാണാം. ഇതിപ്പോൾ നല്ല ശരിക്കും ഇതായിട്ട് കിഴങ്ങ് നല്ലോണം വെന്തിന് ഒന്നും കൂടി അടിയണം. നല്ലോണം അടിഞ്ഞ് വെള്ളം കുറച്ച് വറ്റണം. ഇത് അധികം വെള്ളമായിപ്പോൾ കുറച്ചും കൂടി വറ്റിയാൽ കുറച്ച് വെത്ത് മതി ഉണ്ടാവും. ഇത് കഴിക്കുമ്പോൾ ഒന്നും മുള്ളു തറിക്കോ എടുക്കോ ഒന്നുമില്ല. ഇത് നമുക്ക് ആർക്കും ചെറിയ കുട്ടികൾക്കും കൊടുക്കാം. ഒന്നും വിഷമമൊന്നുമില്ല. കുട്ടികളെ മുള്ളു തറിക്കുന്നൊന്നും പേടിക്കണ്ടില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ പ്രത്യേക തരമുള്ളൊരു കിഴങ്ങ് പുഴുങ്ങലാണ്. ഇത് പണ്ട് എല്ലാവരും ചെയ്യുന്നതാണ്. പണ്ടുള്ള ആളെല്ലാം ചെയ്യുന്നത്. പണ്ടുള്ള ആൾക്കൊന്നും എല്ലാവർക്കും ഒന്നും അറിയില്ല. ചില ആളൊക്കെ പ്രത്യേകം ചെയ്യുന്നതാണ്. എൻ്റെ അമ്മ ഇതിങ്ങനെയാണ് ആക്കി തരുക എല്ലാവർക്കും. അതാണ് ഇഷ്ടം. മുള്ളിട്ടിട്ട് ഉണ്ടാകും തുപ്പണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ആരും തിന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും വലിയാളും എല്ലാവരും ഒന്നും വിഷമമില്ലാതെ കഴിച്ചോളും. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ആക്കി കുറച്ച് നല്ലോണം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ വെച്ച് പിന്നെ കരുവേപ്പില ഇട്ട് നമുക്ക് എടുക്കാം. ഏകദേശം വറ്റി തുടങ്ങി. ഇതിപ്പോൾ ഗ്യാസ് ഓഫാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് താളിക്കൊന്നും വേണ്ട. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ആക്കി
കറിവേപ്പിലയോട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നമ്മളെ പുഴുക്ക് മത്തിക്കിഴങ്ങ് പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എപ്പോഴെങ്കിലും ഒരു ദിവസം കിട്ടുന്ന മീനിൻ്റെ തല കൊണ്ട് ഇങ്ങനെ ആക്കി നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് പറയും. നന്നായിട്ടുണ്ടാവും, മോശമാവില്ല. ഒന്നും മുള്ളുണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട. മുഴുവനും നമ്മൾ സ്പൂണോട് എല്ലാം നീക്കി കഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രമേ ഇതിൽ ഒഴിക്കാൻ പാടുള്ളൂ. എന്നാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നല്ലോണം വറുത്തിടുകയോ വറുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ താളിക്കുകയോ ഒന്നും വേണ്ട. വെളിച്ചെണ്ണ 2 സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചാലും സാരമില്ല, ടേസ്റ്റ് ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.